2018 ഒക്ടോബർ മാസത്തില് ഞാൻ ഇതുപോലൊരു കൺവെൻഷനിൽ തിരുവല്ലയ്ക്കടുത്ത് മേൽപ്പാടം എന്ന സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹൃദയസ്തംഭനമുണ്ടായി. ആ യോഗത്തിൽ ഞാൻ പെട്ടെന്ന് തളർന്നു. എനിക്ക് ആ പ്രസംഗം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ആ ഹൃദയസ്തംഭനം എന്നെ വല്ലാതെ തകർത്തു കളഞ്ഞു. കൃത്യം ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ സഭായുഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കഠിനമായ ഒരു ഹൃദയാഘാതം എനിക്കുണ്ടായി. 2 പ്രാവശ്യം ഹൃദയാഘാതമുണ്ടായി. മരണത്തിന് ഞാൻ കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയായി തീർന്നു. എൻ്റെ ബോധം മുഴുവനും നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരത്തിലെ രക്തസമ്മർദ്ദമെല്ലാം താണുപോയി. ഏതാണ്ട് മരണത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്നതായ ഒരു സന്ദർഭം. ഇവിടെ 2 അനുഭവങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നു. ഒന്ന്, ഏതാണ്ട് ഞാൻ മരിക്കുമെന്നുള്ള ഉറപ്പായി. എൻ്റെ എല്ലാ ഇടപാടുകളും ഞാൻ മദറിനേക്ക് വിശ്വാസവാനത്തിലുള്ളതെല്ലാം ക്രമീകരിച്ചു. ഞാൻ മുറിക്കകത്ത് എൻ്റെ കൂടെ 2 വിശ്വാസപരമായിട്ട് ആ അവസ്ഥയിൽ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് ചോദിച്ചു. കർത്താവേ, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചോ? ഇനി എനിക്ക് എങ്ങും സന്ദേശവും ദൂത് പ്രസംഗിക്കുവാൻ പോകേണ്ടതായിട്ടില്ലേ? എൻ്റെ പ്രസംഗം അവസാനിച്ചു, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു. എങ്കിൽ കർത്താവേ, എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കമുണ്ടായി. ആ മയക്കത്തിൽ തന്നെ ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുവാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. ഞാൻ ട്രെയിനിലാണ് കടന്നു പോകുന്നത്. വഴിയിൽ വെച്ച് TTR എൻ്റെ ഒരിക്കൽ കടന്നു വന്നിട്ട് ടിക്കറ്റും ആധാർ കാർഡും ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്ന് പറയുന്നു. ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ TTR പറഞ്ഞില്ല, യാത്ര തുടരുവാൻ സാധിക്കത്തില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ആധാർ കാർഡ് ഇല്ലാതെ യാത്ര പോകുവാനേ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വൈകിട്ടൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടതാണ്, അത്യാവശ്യമായിട്ട് പോയേ മതിയാവത്തുള്ളൂ. TTR പറഞ്ഞില്ല, നിങ്ങളുടെ യാത്ര അടുത്ത സ്റ്റോപ്പിൽ അവസാനിക്കുകയാണ്, അവിടെ ഇറങ്ങിക്കൊള്ളണം. അടുത്തതായി ഞാൻ കാണുന്നത് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ പെട്ടിയും തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ. എനിക്ക് വളരെ പരിചയമുള്ളൊരു പിതാവ് എന്നെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ കടന്നു വന്നത്? പറഞ്ഞു, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. നിനക്ക് വഴിയിൽ തടസ്സമുണ്ടെന്നും നിനക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ലെന്നും നിനക്ക് മീറ്റിങ്ങിന് പോകുവാൻ സാധിക്കത്തില്ലെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിന്നെ യോഗ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കരത്തിൽ പിടിച്ച് എന്നെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി എന്നെ യോഗ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. പെട്ടെന്ന് ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ കടന്നു. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേക്ക് 5 സംവത്സരങ്ങൾ കഴിഞ്ഞു. ആ മരണത്തിന്റെ ശക്തി എന്നെ വിട്ട് ഓടിപ്പോയി. കർത്താവിനെ അത്ഭുതകരമായി സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, അതേസമയം വേറൊരു അത്ഭുതം നടന്നു. ഞാൻ തിരുവല്ല പള്ളിപ്പാട് സഭയിലാണ് സഭായകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ താഴേക്ക് വീഴുവാൻ തുടങ്ങുന്നതും പെട്ടെന്ന് എന്നെ പിടിച്ചിരുത്തുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു അത്ഭുതം നടന്നു. അവിടുത്തെ ഒരു വിശ്വാസി, നമുക്കറിയാവുന്നല്ലോ, കോട്ടയം സെൻട്രൽ കർത്താവിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്ന ഒരു മൂപ്പനുണ്ടായിരുന്നു, വർഗീസ് കുട്ടി മൂപ്പനെ നിങ്ങൾ പഴയ വിശ്വാസികൾക്കെല്ലാം അറിയാൻ സാധിക്കും. വർഗീസ് കുട്ടി മൂപ്പന്റെ സഹോദരൻ ഉണ്ണിക്കുഞ്ഞ് സ്വിറ്റ്സർലൻഡിലെ ജോലി സംബന്ധമായിട്ടായിരിക്കുക. തനിക്കെതിരെ നമ്മുടെ വിശ്വാസവനത്തിൽ പോകുവാൻ നിവൃത്തിയില്ല. ഫെയ്ത്തോമൽ അകലെയാണ്. ഈ ഞായറാഴ്ച ഇവിടെ സഭായം നടക്കുമ്പോൾ താൻ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തനിക്കൊരു മയക്കമുണ്ടായി. മയക്കത്തിൽ താനൊരു ദർശനം കാണുകയാണ്. പള്ളിപ്പാട് സഭായകത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ താഴേക്ക് കുഴഞ്ഞു വീഴുന്നു. എന്നെ എടുത്ത് അത് ഒരു മൊബൈൽ മോർച്ചറിൽ വെച്ച് ശുശ്രൂഷ നടത്തിയിട്ട് സെല്ലാറിലേക്ക് അടക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ താൻ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കി. എന്റെ മുഖം കണ്ടു. താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇല്ല, എന്നെ എടുത്ത ദൈവമേ, ഞങ്ങളുടെ അച്ഛനെ എടുക്കരുത് എന്ന് പറഞ്ഞ് താൻ നിലവിളിച്ചു. ഞെട്ടി ഉണർന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ അവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ പള്ളിപ്പാട് സഭയില് സഭായകത്തിനിരിക്കുക. തുടർച്ചയായി ഫോൺ ചെയ്തു. സൈലന്റ് ആയിട്ട് എടുത്തില്ല. കാരണം ഇവിടെ ആ സംഭവം നടന്നിട്ടില്ല. ഈ സംഭവം നടക്കുന്ന 2 മണിക്കൂർ മുമ്പ് ദൈവം ഒരു ഭക്തനെ സ്വിറ്റ്സർലൻഡിൽ ഈ സംഭവം കാണിച്ചു. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയാഘാതമുണ്ടായി. പക്ഷെ എനിക്ക് വേണ്ടി അങ്ങ് ഭൂഖണ്ഡാന്തരങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവഭക്തനെ ദൈവം തമ്പുരാൻ ഉണർത്തി. ദൈവസ്ഥലം മുഴങ്കാലെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ശക്തനാക്കിയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടതയിൽ, അവരുടെ രോഗാവസ്ഥയിൽ, അവരുടെ ബലഹീനതയിൽ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ ബലഹീനനായി തീരുമ്പോൾ, നീ രോഗിയായി തീരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു ഭക്തനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി.
ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ജീവിതത്തിലെ ഏത് കഷ്ടങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അത് മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ സൗഖ്യമാക്കുവാനുള്ള, വിടുതൽ തരുവാനുള്ള പ്രവൃത്തിയുടെ ആ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ, അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വരുവാൻ തന്നെ കാരണം അങ്ങനെ അനുഭവത്തിന് പുറത്താണ്. എനിക്ക് ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് മാരകമായ രോഗം പിടിച്ചു. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്നായിരുന്നു രോഗത്തിന്റെ പേര്. എൻ്റെ തലച്ചോറ് മുഴുവനും ബാക്ടീരിയ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. എൻ്റെ ഓർമ്മയെല്ലാം നശിച്ചു, എൻ്റെ ബുദ്ധിയെല്ലാം നശിച്ചു. ഞാനൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി തീർന്നു. ഞാൻ എൻ്റെ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയായി. വൈദ്യശാസ്ത്രം എന്നെ തള്ളിക്കളഞ്ഞു. അവസാനം പറഞ്ഞു 3 മണിക്കൂറിനകം മരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അന്ത്യാഭിലാഷം ചോദിച്ചു. എനിക്ക് വല്ലതും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്, പക്ഷെ എനിക്കൊന്നും പറയുവാൻ സാധിക്കാത്ത അവസ്ഥ. 3 മണിക്കൂറിനകം ഞാൻ മരിക്കും. ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ എൻ്റെ ചുറ്റും നിന്ന് ആൾക്കാർ കണ്ണുനീരോടെ കരയുന്നത് മാത്രം എനിക്ക് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിലായി ഞാൻ മരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് എൻ്റെ ആത്മാവിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞ്, കർത്താവേ, അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതം തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടകാലം നിനക്ക് ശുശ്രൂഷ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം. ഈ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കാഴ്ച കാണുകയാണ്. ശുഭ്രവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് എൻ്റെ കിടക്കയ്ക്കരികിൽ വന്ന് എൻ്റെ തലക്കിടക്കിലിരുന്ന് മുഴങ്കാലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ആ കാഴ്ച ഏറെ നേരം കണ്ട് ഞാൻ ഇരുന്നു. കുറെ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കി ഈ പരിചയമുള്ള മനുഷ്യനെ കണ്ടിട്ട്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ദർശനമായിരുന്നു. പക്ഷെ ഞാൻ കണ്ണു തുറന്നപ്പോൾ അത്ഭുതം, എനിക്ക് വിടുതലായി. എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ സാധിക്കും, എനിക്ക് കാണുവാൻ സാധിക്കും, എനിക്ക് സംസാരിക്കുവാൻ സാധിക്കും. ദൈവം എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അത് മാത്രമല്ല ദൈവമക്കൾ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുപക്ഷെ ഈ പേഷ്യന്റ് സൗഖ്യമായാലും ശരി, ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, സെർബറൽ മെനിഞ്ചൈറ്റിസ് വന്ന് സൗഖ്യമായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വ്യക്തിക്ക് കാഴ്ചയുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേൾവി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സംസാരശേഷി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും. ഇതിലേതെങ്കിലും ഒരു വൈകല്യത്തോടെ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന സാഹിത്യകാരിയെ കുറിച്ച്. അവളുടെ ചെറിയ പ്രായത്തിൽ ഇതേ രോഗം വന്ന് അവളുടെ ജീവകാലം മുഴുവനും അവൾ അന്ധയായി, ബദിരിയായി, മൂകയായി ജീവിക്കുവാനിടയായി തീർന്നു. ഞാൻ തിരുവല്ലയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അരയ്ക്ക് മുകളിലോട്ട് നോക്കിയാൽ പൂർണ്ണ ആരോഗ്യവാനും സൗന്ദര്യമുള്ളതുമായ ഒരു മനുഷ്യൻ. അരയ്ക്ക് താഴോട്ട് നോക്കുമ്പോൾ കാലുകളുടെ ഭാഗത്ത് കൈകളെ പോലെ ബലമില്ലാത്ത 2 അവയവങ്ങൾ, കൈകളെ പോലെ ഇരിക്കുന്ന 2 കാലുകൾ. ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന് നടക്കുവാൻ സാധിക്കത്തില്ല, ഇടഞ്ഞാണ് നടക്കുന്നത്. ഞാൻ തന്നോട് ചോദിച്ചു, ജന്മന ഈ അവസ്ഥയിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ മാതാവ് വന്ന് പറഞ്ഞു, ഇല്ല പാസ്റ്ററേ, എൻ്റെ കുഞ്ഞ് 19 വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. 19ാമത്തെ വയസ്സിൽ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിച്ചു, സൗഖ്യമായി കഴിഞ്ഞു. പക്ഷേ അരയ്ക്കതാവരം തളർന്ന് ഈ അവസ്ഥയിലായി പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ ദൈവം എത്രയോ വിശ്വസ്തൻ. എന്നെ സൗഖ്യമാക്കിയപ്പോൾ എന്നെ യാതൊരു വൈകല്യവും കൂടാതെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, എനിക്ക് കാണുന്ന കണ്ണ്, എനിക്ക് കേൾക്കുന്ന ചെവി, എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്ന നാവ്, അത് മാത്രമല്ല എനിക്ക് ദൈവം പുതിയൊരു തലച്ചോറ് തന്നു. കാരണം എൻ്റെ ബാല്യകാലത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തിയുമുള്ളൊരു തലച്ചോറ് കർത്താവ് എനിക്ക് തന്നു. എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കി സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാ ഒരു യേശു ജീവിക്കുന്നുണ്ട്. യേശു സൗഖ്യമാക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീരും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകണമോ, നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി അനുഭവിക്കണമോ, നന്മ അനുഭവിക്കണമോ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമോ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമോ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ, പ്രിയ ദൈവമക്കളെ, നീ ദൈവമല്ലാത്തതിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ, നീ അവിടെ ഇവിടെ ഓടി നടക്കാതെ, നീ ഏകസത്യ ദൈവത്തിലേക്ക് കടന്നുവാ, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കടന്നുവാ. യേശുവിനെ നോക്കി നിലവിളിക്ക്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതനായി അവിടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാം. ഏത് പ്രശ്നത്തിനും ദൈവ പരിഹാരം തരും. അതാ ദൈവികമായ ഒരു വിടുതൽ
എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ അവൻ ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണല്ലോ എബ്രഹാം ലിങ്കൺ എന്ന അടിമകളുടെ വിമോചകൻ. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ നോർത്തും സൗത്തുമായിട്ട് 2000 യൂണിയനും ഫെഡറലും കൂടെ ഭയങ്കരമായ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധത്തിൽ നട്ടം തിരിയുന്ന അമേരിക്ക US-ന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് 1863 ജൂലൈ മാസത്തില് ഈ ഗെറ്റിസ്ബർഗ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസില് ഭയങ്കരമായ യുദ്ധം. ആ യുദ്ധം പിടിച്ചു കെട്ടുവാൻ എബ്രഹാം ലിങ്കന് കഴിഞ്ഞില്ല. ചെയ്യാവുന്നതൊക്കെയും ചെയ്തു. US എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായി. ഈ സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തെന്നറിയാമോ? താന് എല്ലാം വിട്ടു, തന്റെ സകല പ്രവർത്തികൾ ഉപേക്ഷിച്ചിട്ട് തന്റെ മുറിയിലേക്ക് കയറി കഥകൾ അടച്ചു. അതിനുശേഷം താൻ മുഴങ്കാലിൽ നിന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ ഭാരമേറിയ തല തന്റെ 2 കൈകളിൽ താങ്ങിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങിപ്പൊട്ടി ദൈവത്തോട് കരഞ്ഞു. കരഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് തിരിഹിതമുണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമേരിക്കൻ പ്രസിഡന്റ് മുഴങ്കാലിൽ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗെറ്റിസ്ബർഗ് യുദ്ധം അവസാനിച്ചു. അമേരിക്കയിൽ സമാധാനം വിളയാടി. തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. പിന്നീട് ആ പ്രശ്നത്തെ കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞപ്പോൾ പറഞ്ഞത്, അന്ന് ഞാൻ പോയി ദൈവത്തിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തോളിൽ നിന്ന് വലിയൊരു ഭാരം താഴേക്ക് വീഴുന്നതായി എനിക്ക് തോന്നി. എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു ധൈര്യമുണ്ടായി. എന്റെ ഹൃദയത്തിലെ ഭയങ്ങൾ എന്നെ വിട്ടു മാറുവാൻ ഇടയായി തീർന്നു. ഉറച്ച ധൈര്യവും വിശ്വാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു സാധാരണക്കാരന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന്റെ പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു വേദപുസ്തകം കാണും. ഒരു പോക്കറ്റ് ബൈബിൾ കൊണ്ടു നടക്കും. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമെന്ന് പറയുന്നത് 34-ാം സങ്കീർത്തനമാണ്. എപ്പോഴും തനിക്ക് എപ്പോഴും ഭാരം ഉണ്ടാകുന്നോ പെട്ടെന്ന് താൻ 34-ാം സങ്കീർത്തനം തുറക്കും. അതിന് 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കും. ആ ചരിത്രകാരന്മാർ തന്നെ കുറിച്ച് പറയുന്നത്, ഈ എബ്രഹാം ലിങ്കന്റെ പുസ്തകത്തിന്റെ ഈ ഭാഗം, മധ്യഭാഗം, സങ്കീർത്തന ഭാഗം കറുത്തിങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുകയായിരുന്നു. കാര്യം ഇതിങ്ങനെ എപ്പോഴും തുറന്ന് വായിക്കുകയും ചെയ്തിട്ട് ഇതിന്റെ കുത്തിക്കെട്ട് പറഞ്ഞ് ഇതിങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്ത് ഭാരമുണ്ടായാലും അവൻ ആ സങ്കീർത്തനം എടുത്തിട്ട് വായിക്കും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, അവൻ എന്റെ സകല ഭയങ്ങളിൽ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ കാര്യം, നീ നേരിടുന്ന പ്രതികൂലങ്ങളുടെ കാര്യം, നിന്റെ തലമുറകൾ വഴിതെറ്റി പോകുവാൻ കാരണം, നിന്നെ വിട്ടുമാറാത്ത ശാപത്തിന്റെ ശക്തികൾ ഗ്രസിക്കുവാൻ കാരണം, നിന്റെ കുടുംബത്തിലെ ആപത്തുകൾ ഒഴിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം, മാറാ രോഗങ്ങൾ നിന്നെ വേട്ടയാടുന്നതിന്റെ കാരണം, ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ തീരുമാനിക്കുക, ഏത് സാഹചര്യത്തിലും ഞാൻ എന്റെ യേശുവിനെ മുറുകെ പിടിക്കും, ഞാൻ കർത്താവിനെ മുറുകെ പിടിക്കും, യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും. നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുവല്ലോ, അവന്റെ ജീവിതത്തിലെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി, ദൈവികമായ ബോധം നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇതിന്റെ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകാം. മനുഷ്യന്റെ ജീവിതത്തിലെ നിരന്തരമായി പ്രശ്നങ്ങൾ അവനെ വേട്ടയാടുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ കിടക്കുന്ന ഭയമാണ്. മനുഷ്യന് ഭയമാണ്. എപ്പോഴും എല്ലാത്തിലും ഭയപ്പെടുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും ഭയമായി ജീവിതത്തിൽ. എപ്പോഴും എനിക്ക് രോഗം വരുമോ എന്നുള്ള ഭയമാണ് ഒരു കൂട്ടർക്ക്. അടുത്ത രോഗം എന്തെങ്കിലും വന്ന് എവിടെയെങ്കിലും വേദന വന്നാൽ ക്യാൻസർ ആണോ എന്നുള്ളതാണ് അടുത്ത ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ ആണോ എന്നുള്ള ഭയമാണ് അടുത്തത്. പിന്നെ വാഹനത്തിൽ യാത്രയിൽ ആക്സിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അയ്യോ, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ വിധവയായി തീരുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. എന്തിനാ ഭയപ്പെടുന്നത്? ജീവിതത്തിൽ മുഴുവനും ഭയമാണ്. തൊട്ടതിനൊക്കെ മനുഷ്യനെന്ന് അടിസ്ഥാനപരമായി പേടിയാണ്. മഴ
പെയ്താൽ പേടി, കാറ്റടിച്ചാൽ പേടി, രാത്രിയെ പേടി, സകലത്തിനെയും മനുഷ്യൻ ഭയമാണ്. മനുഷ്യന്റെ ഭയമാണ് അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രിയ ദൈവമക്കളെ, ഈ ഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നിങ്ങൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കണം. ഈ ഭയപ്പെടുന്നവരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കഥയായതുകൊണ്ട് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. ഞാൻ സാധാരണ ഇതിൽ പ്രസംഗിക്കുമ്പോൾ കഥയൊന്നും പറയുന്ന പതിവില്ലെങ്കിലും ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കഥയോട് ഞാനങ്ങ് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു മനുഷ്യന് ഒരു സ്ഥലത്തേക്ക് അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകണം. പോകുന്നത് വൈകുന്നേരത്താണ് അവൻ പോകുന്നത്. ആ പോകുമ്പോൾ അവന് യാത്ര ചെയ്ത് പോകേണ്ടത് ഒരു സെമിത്തേരിയുടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ഇടവഴിയുണ്ട്. ആ വഴിയിൽ കൂടെ അവന് പോകേണ്ടത്. ആ സെമിത്തേരി കഴിഞ്ഞിട്ട് വേണം അങ്ങ് വീട്ടിലെത്തിച്ചേരുവാനായിട്ട്. അവനിങ്ങനെ പോകുവാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സെമിത്തേരിയെ കുറിച്ച് ഒരു സംസാരമുണ്ട്. എന്നറിയാമോ? സംസാരം എന്ന് പറയുന്നത് ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുള്ളവരുടെ ബോഡി അടക്കിയിട്ടുള്ളവർ രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുമെന്ന് അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു കെട്ടുകഥയാണേ. ഇവന് അന്ന് രാത്രി പോയേ പറ്റത്തുള്ളൂ. അവൻ പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നു. ഏതാണ്ട് ഇരുട്ട് വീണു. മുന്നോട്ട് നടന്നു പോവുകയാണ്. ഉള്ളിലൊരു പേടിയുണ്ട്, എങ്കിലും പോയേ പറ്റത്തുള്ളൂ. മുന്നോട്ട് നടന്നു പോയപ്പോൾ മുമ്പിൽ ഒരാൾ പോകുന്നു. സമാധാനമായി. അപ്പം കൂടെ അടുത്ത് ചെന്നു, പേരൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ ഒരു കൂട്ടിന് ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായി. ഇദ്ദേഹം കൂടി ഇടിച്ചു കയറി സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് നടന്ന് പോകുമ്പോൾ ഈ സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോഴേ ഇവന്റെ മനസ്സിൽ ആ പഴയ വിഷയം കിടന്ന് ഇങ്ങനെ തിരതള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് നിയന്ത്രിക്കാൻ വയ്യാതെ ചോദിച്ചു, അല്ല ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താ ചോദ്യം? എന്ത് പറ്റി? അല്ല, ഈ സെമിത്തേരിയിൽ നേരത്തെ അടക്കിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുമെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് നേരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നെ ഇന്നലെ എവിടെ കൊണ്ടുവന്ന് അടക്കിയത്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു. അവന് മുമ്പോട്ട് ഓടണമെന്നും അറിയാൻ വയ്യ, പുറമോട്ട് ഓടണമെന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. പ്രിയ മക്കളെ, ഇതാ മനുഷ്യന്റെ അവസ്ഥ. ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ള സംഭവമൊന്നുമല്ല, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ വെറുതെ ഇന്ന് ഭയപ്പെടുക, എല്ലാത്തിനും ഭയപ്പെടുകയാണ്. ഭയം മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഈ വിഷയത്തെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ 89% കാരണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഭയം തന്നെയാണ്. ഭയമാണ് അടിസ്ഥാനപരമായ കാരണം. ഭയം തന്നെയാണ്. അവൻ രോഗമൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ ഇതിനെക്കുറിച്ച് അവരൊരു ചലഞ്ച് നടത്തിയിട്ടുണ്ടായി ചില വർഷങ്ങൾക്കപ്പുറത്ത്. ആ ചലഞ്ചില് ഈ ഭയങ്കരമായി ഹൃദ്രോഗം, ഭയങ്കരമായി നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി ഏതാണ്ട് 100ഓളം പേഷ്യൻസിനെ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു. അവർക്കെല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്തു. അവർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുത്തു. ആ കൗൺസിലിംഗ് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാൻ പോവുകയാണ്. ഈ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചുവേദന എല്ലാം മാറ്റപ്പെടും, പൂർണ്ണ സൗഖ്യം തരും. അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം ഈ പേഷ്യൻസിന് ഈ 100 പേർക്ക് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം നിശ്ചിത സമയം കഴിഞ്ഞ് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അവരോട് പറഞ്ഞു 45 മിനിറ്റ് ശേഷം ഈ വേദന വിട്ടുപോയവർ എത്ര പേരുണ്ട്, വേദന വിട്ടുമാറാത്തവർ എത്ര പേരുണ്ട്. ഈ 100 പേരിൽ ലാസ്റ്റ് നോക്കിയപ്പോഴുണ്ട് 90% ആൾക്കാർക്കോളം വേദന മാറി. ബാക്കി 10% ആൾക്കാർക്കേ ഉള്ളൂ വേദന മാറാത്തത്. ഈ 10% ആൾക്കാരെ അകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു. ബാക്കി 90% വരുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞു, നിങ്ങൾ പൊക്കോളോ, വീട്ടിൽ പൊക്കോ, നിങ്ങൾക്ക് യാതൊരു രോഗവുമില്ല. നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചത് വെറും H2O വെള്ളമായിരുന്നു കുത്തിവെച്ചത്, പച്ചവെള്ളം കുത്തിവെച്ചത്, വേറെ ഒരു മെഡിസിനും കുത്തിവെച്ചിട്ടില്ല. നിങ്ങൾക്ക് രോഗമുണ്ട്, നെഞ്ചുവേദന ഉണ്ടെന്നുള്ളതായ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്, ഭയം മാത്രമാണ്. അല്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു രോഗവുമില്ല. ഇതാണെന്ന് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭയം മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ വിഷാദ രോഗിയാക്കി തീർക്കുന്നു. അവനെപ്പോഴും അവന്റെ ദുഃഖഭാവത്തോടെ ജീവിക്കുവാൻ ഇടയാക്കി തീർന്നു. അവന്റെ ജീവിതത്തോട് തന്നെ അവന് വിരക്തി ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളോടും ഒരു താല്പര്യമില്ലായ്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവന് നിരാശ ഉണ്ടാകുന്നു. അവന്റെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നു. അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഒടുവിൽ അവൻ ചിന്തിക്കുന്നു, ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്ത് കളയാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യത്തിൽ വാക്യമുണ്ട്. സദൃശവാക്യം 29-ാം അധ്യായത്തിന് 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, മാനുഷിക ഭയം ഒരു കെണിയാണെന്ന് വായിക്കുന്നു. വായിച്ചു നോക്കട്ടെ. സദൃശവാക്യം 29-25 വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മാനുഷിക ഭയം ഒരു കണിയാകുന്നു. നോക്കുക, മാനുഷിക ഭയം ഒരു കെണിയാകുന്നുവെന്നാണ് വായിക്കുന്നത്. എന്താണ് ഈ മാനുഷിക ഭയം ഒരു കെണിയാണെന്ന് പറയാൻ കാരണം?
നമുക്കത് അറിയണമെങ്കിൽ ഇയ്യോബിനോട് ചോദിച്ചാൽ മതി. ഇയ്യോബ് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇയ്യോബ് എല്ലാം ഉള്ളവനായിരുന്നു, ഊസ് ദേശത്തെ ഏറ്റവും മാന്യനായിരുന്നു, വളരെ ഭക്തനായിരുന്നു, ഒരു കുറ്റവും പറയാനില്ലാത്തവനായിരുന്നു. പക്ഷേ ഇയ്യോബിനൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്താ ഇയ്യോബിന്റെ പ്രശ്നം? ഇയ്യോബിന് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഇയ്യോബിന് 10 മക്കളുണ്ട്, 7 ആമക്കളും 3 പെമ്മക്കളും ഉണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്, നല്ല തികഞ്ഞവനായ നല്ലവനായ ഇയ്യോബ്. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. അവന്റെ പ്രശ്നം, അവന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആദി എന്താണെന്നറിയാമോ? എൻ്റെ മക്കൾക്ക് വല്ലതും സംഭവിക്കുമോ, എൻ്റെ ആമക്കൾക്ക് വല്ലതും സംഭവിക്കുക. അവൻ ദിവസവും ഓരോ മക്കളുടെ പേര് പറഞ്ഞു പോയി അവർക്ക് വേണ്ടി ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ, എൻ്റെ പെമ്മക്കൾക്ക് വല്ലതും സംഭവിക്കുമോ, അടുത്ത് എൻ്റെ മൃഗസമ്പത്ത് വല്ലതും സംഭവിക്കുമോ, എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും സംഭവിക്കുമോ, എനിക്ക് വല്ലതും സംഭവിക്കുമോ? ഈ ഒരു ഭയം അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവൻ എന്തു ഭയപ്പെട്ടോ അത് തന്നെ അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി, അവൻ്റെ സമ്പത്തെല്ലാം അവൻ നഷ്ടപ്പെട്ടു, അവൻ കുഷ്ഠരോഗിയായി തീർന്നു, ലോക സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാം അവന് നഷ്ടമായി തീർന്നു. ഒടുവിൽ ഇയ്യോബ് അവൻ്റെ ആത്മകഥ പറയുന്നത് പോലെ അവൻ്റെ ജനന ദിവസത്തിൽ കുത്തിയിരുന്ന് പറയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 3-25 വാക്യത്തിൽ പറയാണ്, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ട് തന്നെ എനിക്ക് വന്ന് ഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ എന്തിനെ ഭയപ്പെടുന്നോ അത് അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. മാനുഷിക ഭയം ഒരു കെണിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന്റെ ആത്മാവിനെ ശാസിക്കണം. ഭയം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമാണ്, സാത്താനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ആ ശക്തിയെ നിങ്ങൾ ശാസിക്കണം. ബൂത്ത് ടാക്കിൻസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനുണ്ടായിരുന്നു. ഇദ്ദേഹം എപ്പോഴും തന്റെ പ്രഭാഷണത്തിൽ പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ സഹിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇത് പറയുമായിരുന്നു. പക്ഷെ സംഭവിച്ചത് 60-ാമത്തെ വയസ്സിൽ തൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ അന്ധനായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്ദേശത്തിലൂടെ പഠിക്കണം. ഭയപ്പെടരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത് പിശാചാണ് ഭയത്തിന്റെ സൃഷ്ടാവ്. ദൈവം ഒരിക്കലും ഒരിടത്ത് നിങ്ങൾ ഭയപ്പെടുവാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ 365 പ്രാവശ്യം തിരുവെടുത്ത് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ വചനം ഓരോ പ്രാവശ്യവും പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ പലതിനെയും ഭയപ്പെടുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് ലോകത്തിൽ ജീവിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടാതിരിക്കുവീൻ. കാരണം ദൈവത്തിൽ ആശ്രയവും വിശ്വാസമുള്ള ഒരു ദൈവപൈതൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഭയത്തിന് അടിമകളായി തീരത്തില്ല. ഭയത്തിന് അടിമകളായി തീർന്നോ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. നിന്റെ ആ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയം നിന്നെ വേട്ടയാടുന്നുണ്ടോ? എൻ്റെ എക്സാമിൽ ഞാൻ ജയിക്കുമോ, അടുത്ത് എനിക്കൊരു ജോലി കിട്ടുമോ, എൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുമോ, എൻ്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ, ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നിന്നെ അലട്ടുന്നുവെങ്കിൽ നമുക്ക് 27-ാം സങ്കീർത്തനത്തിലേക്ക് പോകണം. 27-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. അവൻ ധൈര്യമായിട്ട് വയ്ക്കുക, യഹോവ എൻ്റെ രക്ഷയും എൻ്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇത് പറയാനുള്ള ഒരു ആർജവം ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. ഒരു ദൈവപൈതലിന് മാത്രമേ അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതലിന് തന്റെ ഇടത്തോടെ പറയുവാൻ സാധിക്കും ഇത്. കാരണം അവനിൽ ദൈവം തമ്പുരാൻ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല, അത് ശക്തിയുടെ ആത്മാവിനെയാണ്, അത് സുബോധത്തിന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കള്, പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വരുമ്പോൾ, സാത്താൻ തന്ത്രങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വരുമ്പോൾ നിങ്ങൾ ശക്തമായിട്ട് പറയണം, ഇല്ല സാത്താനെ, എന്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ധൈര്യപ്പെട്ട് ജീവിതയാത്ര മുന്നോട്ട് തുടരണം. കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്നവനാണ്.
അറിയുന്നവനാണ്. നിന്റെ ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ്. ആകയാൽ ജീവിതത്തിൽ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും പരിശോധനകളെയും കണ്ടിട്ട് ഭയപ്പെടുന്നവന് അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയ മക്കളെ, അവന്റെ ജീവിതത്തിൽ അവന് വേട്ടയാടുന്ന ഭയങ്ങളാകുന്നു. രണ്ട് വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് അവനെ അലട്ടുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുച്ചുഴിയിൽ അവൻ അകപ്പെട്ടു പോകാനിടയായി തീരും. ആകയാൽ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവിക ബോധവും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ട്, ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതല് ജീവിതത്തിൽ ഒരിക്കലും ഭയത്തിനടിമയെ തീരരുത്. എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കണം, ധൈര്യമുള്ളവനായിരിക്കണം. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ളവനായിരിക്കണം. എന്റെ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള ഉള്ളിലുള്ള ബലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആത്മാവിൽ നമ്മൾ ബലപ്പെട്ട് ശക്തിപ്പെടുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമത്, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവൻ പ്രശ്നങ്ങളുടെ നടുച്ചൊടിയിൽ ചെന്ന് അകപ്പെട്ടു പോകുന്നതിന്റെ അടുത്ത കാരണം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവന് ദൈവഹിതം തിരിച്ചറിയുവാൻ പരാജയപ്പെട്ടു പോകുന്നതാണ്. ദൈവത്തിന്റെ പദ്ധതി എന്താണ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ഇത് അവന്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുവാനിടയായി തീരും. ഓരോ വ്യക്തി ഈ ലോകത്തിൽ യാദൃച്ഛികമായിട്ട് ജനിച്ചവരല്ല. നമ്മളൊക്കെ ചിന്തിക്കും ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളുടെയാണ്, 800 കോടി ജനങ്ങളോ മറ്റോ ഉണ്ടെന്നാണ് കണക്ക്. വ്യക്തമായിട്ട് അറിയില്ല, 600 കോടിയായിരുന്നു, ഇപ്പൊ 800 കോടി എന്നൊക്കെ പറയുന്നു. എന്തോ ആയിക്കൊള്ളട്ടെ, ഒരാളായിട്ട് ഞാൻ ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. പ്രിയ മക്കൾ, അങ്ങനെയല്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തി യാദൃച്ഛികമായിട്ട് ജനിച്ചു വീണവനല്ല. ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് നിയതമായ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും വ്യക്തിപരമായി ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നീ എന്തിനാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചത്? എന്തിനാണ് നീ എന്നെ ഭൂമിയിൽ ജനിക്കുവാൻ അനുവദിച്ചത്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? അത് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാതെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് റൂട്ട് വിട്ട് ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും പോയി നന്മ അനുഭവിക്കാൻ സാധിക്കത്തില്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു. എനിക്ക് സൗഖ്യമൊക്കെ കിട്ടി, ആരോഗ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷ വലിയുള്ള താല്പര്യമില്ല, മടിയായി കഴിഞ്ഞു. ഞാൻ വീണ്ടും ജോലിക്ക് വേണ്ടി പുറപ്പെട്ടു. ജോലിക്ക് വേണ്ടി പുറപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ദർശനം കാണുകയാണ്. ഞാൻ കാണുന്ന ദർശനം, ഞാനിങ്ങനെ ഒരു വിശാലമായ വഴിയിലൂടെ നടന്നു പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ആ വഴിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഒരു മതിൽ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആ മതിൽ ജമ്പ് ചെയ്ത് അപ്പുറത്ത് കിടക്കുന്നു. അവിടെ ചെന്നപ്പോൾ അടുത്ത മതിൽ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നു. അവിടുന്ന് ജമ്പ് ചെയ്ത് അടുത്തടുത്ത് കുറച്ചു മുമ്പോട്ട് പോകുന്നു. അവിടെയും മതിൽ കെട്ടി അടച്ചിരിക്കുന്നു. ഈ വഴി അങ്ങേ അറ്റത്ത് ചെന്ന് ഞാൻ ഓരോ മതിലും ചാടി അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കോട്ട കെട്ടി അടച്ചു വെച്ചിരിക്കുക. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകുവാനേ സാധിക്കത്തില്ല. അവിടെ വെച്ച് എൻ്റെ വഴി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം തമ്പുരാൻ എന്നെ വിടത്തില്ല. ദൈവത്തിന് എന്നെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ അവസാനമായിട്ടൊരു കടുങ്കൈ ചെയ്തു. ദൈവത്തോട് ഞാനൊരു വാക്ക് പറഞ്ഞു, കർത്താവ്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ ഇളയ മകനാണ്. അപ്പനെയും അമ്മയും നോക്കേണ്ട, സംരക്ഷിക്കേണ്ട ആളാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട് വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോകാം. പക്ഷേ ഒരു വ്യവസ്ഥ, എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ, താനിപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യാണ്. തനിക്ക് എന്തെങ്കിലും, ബാക്കിയുള്ള സഹോദരങ്ങളും അന്ന് വിദേശത്താണ്. അപ്പോൾ ആ സഹോദരൻ, എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ, എന്തെങ്കിലും ജോലിയില്ലാതെ നാട്ടിൽ വന്ന് നിന്ന് ഭാരപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവട്ടെ. അങ്ങനെ താൻ ജോലിയില്ലാതെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എൻ്റെ അപ്പനെയും അമ്മയും നോക്കി ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞു. പ്രിയ മക്കളെ, ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, ഞാൻ ആ തീരുമാനം രാത്രി ദൈവത്തോട്, ഇതൊക്കെ രാത്രി കിടക്കുമ്പോഴാണ് ദൈവത്തോട് ഈ മല്ലുപിടുത്തം. രാത്രി ദൈവത്തോട് ഇത് പറഞ്ഞ് കിടന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ്. എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട് ടെർമിനേറ്റ് ചെയ്തു. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് കാറുമായിട്ട് വരണം, എന്നെ കൊണ്ടുപോകണം. എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പ്രിയ മക്കളെ, അടുത്ത ജ്യേഷ്ഠൻ അതേ കമ്പനി ജോലി ചെയ്യുക, തന്നെ പിരിച്ചുവിട്ടില്ല, ഈ ജ്യേഷ്ഠനെ പിരിച്ചുവിട്ടു. കമ്പനിയിൽ നിന്ന് അടുത്ത ദിവസം താൻ ജോലിയില്ലാതെ വീട്ടിൽ കയറി വന്നിരിക്കുക ചെയ്യുന്നു, വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇനി രക്ഷയില്ല, ഇറങ്ങിക്കൊടുത്തേ മതിയാവത്തുള്ളൂ. ഞാൻ അവസാനം സറണ്ടർ ചെയ്ത്, കർത്താവേ, എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അന്ന് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു, കിട്ടുന്ന പൈസ കൊണ്ടൊന്ന് മാതാപിതാക്കളെ കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട്
വിട്ടു പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കൊട്ടാരക്കര സന്ദർഭത്തിൽ വിശുദ്ധന്മാരുണ്ട്. നിങ്ങൾ അവിടെ അരിക്കൽ പോയി നിങ്ങളുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ പറഞ്ഞുകൊള്ളണം. അവരോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു, ഞാൻ പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയതിന്റെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠനെ കമ്പനി തിരിച്ചു വിളിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. വീണ്ടും വിസ അയച്ചു കൊടുത്തു. ജ്യേഷ്ഠനെ കമ്പനിയിലേക്ക് തിരിച്ചു വിളിച്ചു. 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതേ കമ്പനിയിൽ എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാതെ നമ്മൾ എവിടെ പോയാലും ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ദൈവമൈതൽ അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവഹിതം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളിലും പ്രതിസന്ധികളും പതറിപ്പോകുവാനായിട്ട് ഇടയായി തീരും. നമ്മൾ വിശുദ്ധ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന് 28-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം. ആ ഒരു വെളിപ്പാട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു വെളിപ്പാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അവന്റെ ജീവിതത്തിൽ അവന് താങ്ങാൻ കഴിയുന്നതിലപ്പുറത്തായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്ക്, നമ്മുടെ കർത്താവ് ചെയ്യുന്നതൊക്കെയും നന്മയ്ക്ക്. കാരണം തിരുവെടുത്ത് പറഞ്ഞ് നമ്മുടെ തലയിലെ മുടികൾ പോലും കർത്താവ് എണ്ണി വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞ് എന്റെ വലങ്കരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല. അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കരുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലയിലെ മുടികൾ പോലെ എണ്ണി വെച്ചിരിക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കരത്തിലിരിക്കുന്ന എന്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് വാക്ക് തന്നവനായ ഒരു യേശു നമുക്കുണ്ടെങ്കിൽ പറയണം, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമായിട്ടല്ല, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതും ശിഷ്യന്മാരുടെ പടകേറി അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് പറഞ്ഞതും എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ പോകുന്ന യാത്രയിൽ കടലിടുകമെന്നും തിരമാലകൾ അടിച്ചുയരുമെന്നും കൊടുങ്കാറ്റടിക്കുമെന്നും പടക് മുങ്ങുവാൻ തുടങ്ങുമെന്നും കർത്താവിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരെ മറുകരയിലേക്ക് കർത്താവ് പറഞ്ഞു വിട്ടത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. ഇംഗ്ലണ്ടിലെ റിച്ച്മണ്ട് യൂണിയൻ ബൈബിൾ സെമിനാരിയിൽ അവിടുത്തെ ഒരു അധ്യാപകൻ ഈ വിഷയത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എടുത്ത വിഷയം റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം. ഈ വിഷയം എടുത്താൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ താൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃശ്യമായിട്ടല്ല, ദൈവം അനുവദിക്കുന്നതാണ്. അത് കഷ്ടമായാലും നഷ്ടമായാലും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ സ്റ്റുഡന്റ് എഴുന്നേറ്റ് അധ്യാപകനോട് സംശയം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാറേ, നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, ഒരു അനർത്ഥം സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡന്റും അനർത്ഥങ്ങളും അതും ഈ വചനപ്രകാരം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു, സംശയം ചോദിച്ചു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അനുഭവങ്ങൾ അതിൽ തന്നെ നന്മയുണ്ട് തിന്മയുണ്ട്. പക്ഷേ ജീവിതത്തിൽ നമ്മളതെല്ലാം നന്മയ്ക്കായിട്ടെന്ന് ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ട് തീരുന്നത്. ഇത് അധ്യാപകൻ പറഞ്ഞു കൊടുത്തിട്ട് അന്ന് രാത്രി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ അധ്യാപകൻ എന്നൊരു ഭാര്യയും കൂടെ ആ സെമിനാരിയിൽ നിന്ന് വീട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വഴിയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ ഭാര്യ തൽക്ഷണം മരിച്ചു. തനിക്ക് പെട്ടെന്ന് തലച്ചോറിന് അടിപറ്റി, തലയ്ക്ക് അടിപറ്റി, ഓർമ്മ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തു. എന്നിട്ട് 3 മാസത്തോളം ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു. 3 മാസത്തിന് ശേഷം തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ കാണാൻ വന്നവരോട് പറഞ്ഞു, എൻ്റെ കുട്ടികളോട് പറയണം, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് കുട്ടികളോട് പറയണം. കുട്ടികൾ അധ്യാപകനെ കാണുവാൻ ഹോസ്പിറ്റലൈസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, അധ്യാപകന്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ അന്ന് രാത്രി അധ്യാപകൻ മരിച്ചു. തന്നെ അടക്കിയ ശവക്കല്ലറുടെ മുകളിൽ ഈ വാചകം കൊത്തിവെച്ചു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ വാക്യം കൊത്തിവെച്ചു. അടക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിൻവാങ്ങിപ്പോയി. കാലങ്ങൾ പിന്നിട്ടു. എന്നാൽ ഒരു മനുഷ്യൻ, തികഞ്ഞ മദ്യപാനി, മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ താൻ ജീവിക്കുന്നത് മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് അന്തി ഉറങ്ങുന്നത് ശവക്കല്ലറയിൽ. ഒരു ദിവസം രാത്രി താൻ വന്ന് കിടന്നത് ഈ ശവക്കല്ലറയുടെ പുറത്താണ് വന്ന് കിടന്നത്. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ താൻ സുബോധം വന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ തൻ്റെ മനസ്സിൽ ആഴമായൊരു കുറ്റബോധം ഉണ്ടായി. എൻ്റെ ജീവിതയാത്ര എവിടേക്കാണ്? ഈ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയാൽ ഞാൻ എവിടെ എത്തിച്ചേരുവാൻ ഇടയായി? താൻ ആ കല്ലറയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു വചനം കൊത്തിവെച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ വചനം തന്നോട് സംസാരിക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു. താൻ അവിടെ നിന്ന് അറിയാതെ വിങ്ങി കരയുവാൻ തുടങ്ങി. ആ ശവക്കല്ലറയിൽ തൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടു. തൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്ത് താൻ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവവൈതലായി തീർന്നു. തൻ്റെ ജീവിതം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം ലോകത്തോട് സുവിശേഷം അറിയപ്പെട്ടതായ ഒരു ക്രൂസൈഡ് നടത്തുന്ന സുവിശേഷ പ്രസംഗനെ മാറ്റപ്പെട്ടു. ഒരു ക്രൂസൈഡിൽ വെച്ച് താൻ തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഒരു കാലത്ത് ഞാൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിച്ച സ്ഥാനത്ത്, മദ്യത്തിന് അടിമപ്പെട്ട് ജീവിച്ച സ്ഥാനത്ത് ഒരു രാത്രി ഞാൻ ഒരു ശവക്കല്ലറിൽ കിടന്നുറങ്ങി. എന്നാൽ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന വചനം എന്നോട് സംസാരിക്കുന്നതായി തോന്നി. ആ വചനം എന്റെ ഹൃദയത്തിൽ കടന്നു വന്നു. അതിന്റെ മാനസാന്തരത്തിന്റെ ദിവസമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ സുവിശേഷ പ്രവർത്തകനായിട്ട് ഉയർന്നു വരുവാനും ദൈവം എന്നെ മാറ്റുവാനും കാരണമായി തീർന്നത്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യാദൃച്ഛികമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്: എൻ തലയിലെ മുടികളെല്ലാം നിർണയം അവൻ എണ്ണി അറിയുന്നു എന്ന്. പ്രത്യാശ ഇത്രയും വചനം കേട്ടപ്പോൾ പ്രത്യാശയുള്ള ദൈവമക്കളെ, നമുക്ക് ആ ചേർന്ന് രണ്ടുപേരും പാട്ട് ഒന്ന് പാടിയിട്ട്, എൻ്റെ തലയിലെ മുടികൾ പോലും എണ്ണി വെച്ചിരിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഉറപ്പോടെ നമുക്ക് രണ്ടുപേരും പാട്ടൊന്ന് പാടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. എന്തലയിലെ മോടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു. എന്തലയിലെ മോടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു. കരങ്ങളെ തട്ടിപ്പാടിയെങ്കിൽ വന്നതിൽ നിലച്ചു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. അത്യുന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനീ, എന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനീ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് രക്ഷിക്കുന്നവനാണ്. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാവ് 35:4 നമ്മൾ ഇപ്രകാരം വായിച്ചു: മനോഭീതിയുള്ളവരോട് ഭയപ്പെടേണ്ട, ധൈര്യമായിരിപ്പീൻ, ഇതാ നിന്റെ ദൈവം, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടങ്ങളിലും നമ്മുടെ ആപത്തുകളിലും നമ്മുടെ പരീക്ഷകളിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലും നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളിലുമൊക്കെ നമ്മളെ കടന്നു വന്ന് രക്ഷിച്ച് സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും കൂടെ രക്ഷിക്കുന്നവനായ ദൈവമാണ്. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു: ശരീരത്തെ മാത്രമല്ല, നിന്റെ പ്രാണനെയും ആത്മാവിനെയും കൂടെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന ദൈവം. എവിടെ നിന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്നത്?
നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് കടന്നു പോകാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് തന്റെ വാത്സല്യ ശിഷ്യനായ തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. വായിച്ചാട്ടെ. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. മക്കളെ, കർത്താവ് യേശുക്രിസ്തു രക്ഷിക്കുന്നവൻ, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു. യേശുക്രിസ്തു രക്ഷിക്കുന്നവനാണ്. ആരെ രക്ഷിക്കുന്നു? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നവനാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ മനസ്സിലാക്കുക, മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഇന്ന് ലോകം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ലോകത്തിലെ നേതാക്കന്മാർ കൂടി വന്ന് ലോകത്തിലെ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയാം, 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ഉണ്ടായത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൽസൺ ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റും കൂടെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലുള്ള ഒഴുകി നടക്കുന്ന കപ്പലിൽ വെച്ച് അവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ പറഞ്ഞു, മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഒന്ന്, മനുഷ്യന് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, മനുഷ്യന് അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം വേണം, ദാരിദ്ര്യത്തിൽ നിന്ന് അവന് വിമോചനം വേണം, അവൻ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം വേണം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കണം. ഇതിനുവേണ്ടി അറ്റ്ലാന്റിക് ചാർട്ടർ എഴുതി ഉണ്ടാക്കി. നോക്കുക, മനുഷ്യന്റെ ഭയത്തിൽ നിന്ന് വിടുതൽ, അവന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ, അവൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അതൊന്നുമല്ല. മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം അവനെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ്, അവനെ പിടിച്ചമർത്തുന്ന പൈശാചിക ശക്തിയാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുക, ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, എന്തിനേറെ പറയും നമ്മുടെ കേരളക്കരയിലേക്ക് നോക്കിയാൽ മതി. മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന എത്രയോ സംഭവങ്ങൾ അടുത്ത കാലത്ത് കണ്ടില്ലേ? 2 സ്ത്രീകളെ തുണ്ടം തുണ്ടമായി നുറുക്കി നരബലി നടത്തി എന്ന പോലെ തുണ്ടം തുണ്ടമായി കഷണിച്ച് നരബലി നടത്തി. മറ്റൊരു പെൺകുട്ടി തന്നെ സ്നേഹിക്കുന്ന തന്റെ സ്നേഹിതന് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. മറ്റൊരു ഭർത്താവ് തന്റെ ഭാര്യയുടെ 2 കരങ്ങളും വെട്ടിക്കളഞ്ഞു. ഭാര്യയുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ഭർത്താക്കന്മാർ. എത്രയോ കൊലപാതകങ്ങൾ ലോകത്തിൽ നടക്കുന്നു, എത്രയോ ആത്മഹത്യകൾ ലോകത്തിൽ നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. സെക്സ്വൽ ഹറാസ്മെന്റുകൾ ലോകത്ത് സാർവത്രികമായി തീർന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള അഴിമതികൾ ലോകത്ത് നടക്കുന്നു. ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നോക്കിക്കേ. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായി കാരണം എന്താണ്? മനുഷ്യനെ കൊണ്ട് മറ്റൊരുവനെ കൊല്ലിക്കുന്നതും അവനെ ജീവനെ ഹനിച്ച് ആത്മഹത്യ ചെയ്യിക്കുന്നതും മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും സെക്സ്വൽ ഹറാസ്മെന്റിലേക്ക് മനുഷ്യൻ പോകുന്നതും ഈ തിന്മകളൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എല്ലാ മനുഷ്യനും സാധുക്കളാണ്, പാവമാണ്. ജയിലിൽ കിടക്കുന്നവരോട് പോയി സുവിശേഷം പറഞ്ഞു നോക്കിക്കേ. അവൻ അടിസ്ഥാനപരമായി പാപമാണ്. പക്ഷെ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ആരെന്നറിയാമോ? ഈ തിന്മയുടെ ശക്തികൾ അവനിൽ വ്യാപരിക്കുമ്പോഴാണ്, പാപത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ അവൻ നടത്തുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകളും മദ്യവും മയക്കുമരുന്നും തിന്മയുടെ ശക്തികളൊക്കെ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനെ വേട്ടയാടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം പാപമാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധിക്കും, ഏത് ഭരണകൂടങ്ങൾക്ക് സാധിക്കും. അതിന് കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് വരെ ലോകത്തിൽ അവതരിച്ചിട്ടില്ല. അതിന് കഴിവുള്ള ഒരു അവതാര പുരുഷൻ ഇന്ന് വരെ ലോകത്തിൽ അവതരിച്ചിട്ടില്ല. അതിന് കഴിവുള്ള ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുവിന് മാത്രമേ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കത്തുള്ളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അങ്ങനെ തന്നെ ക്രിസ്തുയേശുവും അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. പ്രിയ മക്കളെ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് അവർ ക്രൂശിൽ അവന്റെ ജീവനെ ബലിയായിട്ട് അർപ്പിച്ചത് മാനവജാതിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനാണ്, ആ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. ഇത് മനസ്സിലാക്കാതെ മനുഷ്യനെന്ന് മുക്തിയുടെ മാർഗം തേടി അലയുകയാണ്. എവിടെയാണ് മുക്തിയുടെ മാർഗം? പാപത്തിന് പരിഹാരം പ്രായശ്ചിത്തം
പ്രായശ്ചിത്തം വരുത്തുവാൻ എന്താണ് മാർഗം? അവർ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടന യാത്ര ചെയ്യുന്നു, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സ്വന്തം ശരീരത്തിൽ അടിച്ചു മുറിവേൽപ്പിക്കുന്നു, ദൈവമല്ലാത്ത ആൾദൈവങ്ങളുടെ മുൻപിൽ കടന്നുപോയി അവർ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു. ഇതിനൊന്ന് അവർ പുണ്യനദിയിൽ സ്നാനം കഴിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രവൃത്തികൾക്കൊന്നും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കൊന്നും നിങ്ങളെ അടക്കി ഭരിക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തില്ല. അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അവർ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തമാണ്. അതിലൂടെ മാത്രമേ മാനവജാതിയുടെ പാപത്തിന് വിമോചനം ലഭിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കത്തില്ല. സ്വർഗരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നോ, മരണത്തിനപ്പുറം സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നോ, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നോ, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു അടിസ്ഥാനപരമായിട്ട് സംശയമില്ലാതെ വിളിച്ചു പറയുകയാണ്, വേറെ ഒരു വഴിയും മനുഷ്യന്റെ മുൻപിലില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെയാണ് വഴി, വേറെ വഴിയൊന്നുമില്ല. മനുഷ്യൻ പല വഴികളും തേടി നടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വരും മുമ്പ് എനിക്കൊരു അക്രൈസ്തവനായ സുഹൃത്തുണ്ടായിരുന്നു. താൻ വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്ന് കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഒരു ട്രെയിനിങ് ബോയ് ആയിട്ട് നിൽക്കുമ്പോഴേ താൻ ആ സെൻട്രൽ ഫെയ്ത്ത് മുമ്പിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേ ഞാനിങ്ങനെ ഈ ജുബായൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടോണ്ട് എന്നെ കണ്ടു ബൈക്ക് നിർത്തി എന്നെ അടുത്തോട്ട് വിളിച്ചു. നമ്മൾ സംസാരിക്കണം. എന്നെ ബൈക്കിൽ താൻ ഇരിക്കുന്നു, ഞാൻ അടുത്തുനിന്ന് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഈ റോഹി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ പ്രവൃത്തിക്ക് പോകണമായിരുന്നോ? മനസ്സിലായോ? ഞങ്ങള് അക്രൈസ്തവരായ ഞങ്ങള് മനുഷ്യനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ളൊരു മാർഗം പഠിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ക്രൈസ്തവർ, നിങ്ങൾ പെന്തക്കോസ്തുകാർ, നിങ്ങൾ മനുഷ്യനെ മോക്ഷത്തിലേക്ക് കൊണ്ടുള്ള മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു. ഏത് മാർഗത്തിലൂടെ ആയാലും മോക്ഷത്തിൽ ചെന്നാൽ പോരെ റോയി, എന്തിനു വേണ്ടി ഈ ത്യാഗം ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ തിരിച്ച് തന്നോട് പറഞ്ഞു, സഹോദര, മോക്ഷത്തിലേക്ക് പോകുവാൻ ഒരുപാട് മാർഗങ്ങളില്ല കേട്ടോ. മോക്ഷത്തിലേക്ക് പോകാനുള്ള ഒരുപാട് മാർഗങ്ങൾ, ഒരു മാർഗവുമല്ല യേശു എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശുക്രിസ്തു. താൻ മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയാതെ പെട്ടെന്ന് താനെ സ്റ്റാർട്ടാക്കി ആക്സിലേറ്റർ കൊടുത്ത് സ്ഥലം കാലിയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ തേടുന്ന പരമമായ സത്യം. ഇന്ന് മനുഷ്യൻ സത്യാന്വേഷികളാണ്. അവൻ സത്യം തേടി അലയുകയാണ്. എവിടെയാണ് സത്യം? പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അവൻ ആലയങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവങ്ങളെ കുറിച്ച് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ് പരമമായ സത്യം? ലോകത്തിലെ വിജ്ഞാനികളൊക്കെയും അന്വേഷിച്ച് തേടി കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ യേശു വിളിച്ചു പറഞ്ഞ, മനുഷ്യ, നീ തേടുന്ന പരമമായ ഒരു സത്യമുണ്ടല്ലോ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ് പരമമായ സത്യം. മനുഷ്യൻ തേടുന്ന പരമമായ സത്യം യേശുവാണ്. മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അത് കർത്താവ് യേശുക്രിസ്തുവാണ്. സാക്ഷാലുള്ള ജീവൻ യേശുവിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. ആകയാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ ഒരുവരിലും സാധിക്കത്തില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരൊറ്റ നാമവുമില്ല. ഒരൊറ്റ നാമമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-12 വരുമ്പോൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അത് ഏത് ജാതി ആയിക്കൊള്ളട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, യേശുവിനെ കൈക്കൊണ്ട യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. വായിച്ചു നോക്കാം, യോഹന്നാന്റെ സുവിശേഷം 1-12 വായിച്ചാട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, തിരുവെടുത്ത് പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ആരുടെ മക്കളായിട്ടിരിക്കാൻ ആഗ്രഹം? പിശാചിന്റെ മകനെ എന്ന് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? പക്ഷെ ദൈവമക്കളെന്ന് വിളിച്ചാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാ. തിരുവെടുത്ത് വന്ന് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്നുണ്ടെങ്കിൽ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ, അത് വിളിച്ചു പറയണം. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച്
വെച്ച് കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്നും യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ആ യേശു വീണ്ടും വരികയും ചെയ്യും എന്നുള്ള വിശ്വാസം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. വേറെ രക്ഷ പ്രാപിക്കാൻ ഒരൊറ്റ വഴിയില്ല, ഒറ്റ വഴിയുള്ളൂ. യേശുവിൽ വിശ്വസിക്കുക, അത് വായ് കൊണ്ട് വിളിച്ചു പറയുക. യേശുവാണ് എൻ്റെ കർത്താവ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. കർത്താവ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കൂറിയോസ് എന്ന് വെച്ചാൽ അവൻ എൻ്റെ യജമാനൻ, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ അധിപതി, എൻ്റെ നാഥൻ. ആരാണ്? യേശുവിനെ കർത്താവ്. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ യജമാനനാണ്, യേശുവിൻ്റെ നാഥനാണ്, യേശുവിൻ്റെ ഉടമസ്ഥനാണ്, യേശുവിന്റെ അഡോണായിയാണ്, യേശുവിന്റെ കൂറിയോസാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ഇതുവരെ സാത്താൻ പറഞ്ഞുകൊണ്ട് നടന്നു നീ എന്റെ സ്വന്തമാണെന്ന്. പക്ഷെ നീ നിന്റെ നാവ് കൊണ്ട് പറയാ, സാത്താനേ ഞാൻ നിന്റെ അല്ല, ഞാൻ എന്റെ യേശുവിൻ്റെതാണ്, യേശുവിന്റെ സ്വത്താണ്, യേശുവാണ് എന്റെ ദൈവം, യേശുവാണ് എന്റെ ഉടമസ്ഥൻ, യേശുവാണ് എന്റെ നാഥൻ, യേശുവാണ് എന്റെ അധിപതി. അത് വിളിച്ചു പറയുമ്പോൾ നീ ദൈവ പൈതലായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിളിച്ചു പറയണം, ഇന്ന് മുതൽ യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്. വിളിച്ചു പറയണം. സാത്താനെ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല, പാപമേ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. യേശുവാണ് എൻ്റെ കർത്താവ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് എൻ്റെ യേശു ഇരിക്കുന്നു. എൻ്റെ യേശു വീണ്ടും വരും, എന്നെ ചേർത്ത് കൊണ്ടുപോകും. ഇത് നീ പരസ്യമായിട്ട് വിളിച്ചു പറയണം. നീ രക്ഷിക്കപ്പെടുന്ന മക്കളെ. അത് മാത്രമല്ല, ഒരു കാര്യവും കൂടി ചെയ്യണമേ. തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ, 1 യോഹന്നാൻ 1:9 നാം നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനിടയായി തീരും. മാനവജാതിയുടെ പാപത്തിന് വിമോചനം കൊടുത്ത് അവനെ വിശുദ്ധനാക്കി തീർക്കുവാൻ ലോകത്തിൽ വേറെ ഒരു മാർഗവുമില്ല. നീ ഇത്രമാത്രം ചെയ്താൽ മതി. ലോകത്തിലെ ഒരു മനുഷ്യന്റെ അരിക്കലും പോയി നീ ഏറ്റുപറയണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ അറിവില്ലായ്മയിൽ ചെന്ന് ഒരുപക്ഷെ നിന്റെ മതത്തിന്റെ ആചാര്യനോടോ നിന്റെ സമൂഹത്തിലെ പുരോഹിതനോടോ ചെന്ന് നിന്റെ തെറ്റുകളെ നീ ഏറ്റുപറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ല, അത് നിർത്ത. നീ ചെന്ന് യേശുവിനോട് പറ. യേശുവിന്റെ കാൽക്കൽ ചെന്നിട്ട് നീ നിന്റെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറയുന്നെങ്കിൽ, യേശുവേ ഞാനൊരു പാപി, അറിഞ്ഞുമറിയാതെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം ഇന്നും ജീവിക്കുന്നു. ആ രക്തം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി കളഞ്ഞിട്ട് നിന്നെ വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ പൈതലാക്കി തീർക്കാം. ഇന്ന് രാത്രി ദൈവസ്ഥനോട്ട് മടങ്ങിപ്പോകുമ്പോൾ നീ ഒരു ദൈവ പൈതലായി കടന്നു പോകണം, ഒരു വിശുദ്ധീകരിക്കപ്പെട്ടവനായി കടന്നു പോകണം, ഒരു നീതിമാനായി കടന്നു പോകണം, പാപത്തിന്റെ കറകൾ കഴുകപ്പെട്ടവനായി കടന്നു പോകണം. അതുകൊണ്ട് നീ യേശുവിനോട് നിന്റെ അവസ്ഥകളെ തുറന്നു പറഞ്ഞ് ഒരു പാപിയെന്ന് ഏറ്റുപറയാമോ? യേശുവേ നിന്റെ രക്തം കൊണ്ട് എന്നെ വെടിപ്പാക്കണമേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നീ പറയാമോ? നിന്റെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. നിന്റെ അറിവില്ലായ്മയിൽ ചെയ്തു പോയ കഴിഞ്ഞകാല പാപങ്ങളെയെല്ലാം കർത്താവ് തമ്പുരാൻ മായ്ച്ചു കളഞ്ഞിട്ട് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഒരു പുതിയ സൃഷ്ടിയായി നിന്നെ മാറ്റും. അതാണ് യേശു ലോകത്തിൽ വന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട്, നിക്കോദെമോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3:3 സത്യം സത്യമായി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും സാധിക്കത്തില്ല. എങ്ങനെയാണ് പുതുതായി ജനിക്കേണ്ടത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. നിങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൾ നിങ്ങൾ പ്രാപിക്കണം. അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതാ വിശ്വാസത്താൽ വീണ്ടും ജനിക്കുകയാണ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പാപത്തിൽ ജീവിച്ച, പാപത്തിൽ സഞ്ചരിച്ച പഴയ മനുഷ്യൻ എല്ലാം മാറ്റപ്പെട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെട്ടു. ഇനി പുതിയ മനുഷ്യനായി തീർന്നിട്ട് ഇനി നിങ്ങൾ ജീവിക്കുമ്പോൾ ചിന്തിക്കുന്നു, ഇനി ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് തന്നിട്ടുള്ള ഹ്രസ്വമായൊരു കാലയളവുണ്ട്. കർത്താവേ, കഴിഞ്ഞ
കാലങ്ങളിൽ എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചു, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു, പിശാചിന് അടിമപ്പെട്ട് ജീവിച്ചു. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ കറകളെ നീ കഴുകിക്കളഞ്ഞു. നിന്റെ നാമനിമിത്തം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. ഇനിമേലാൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിനോട് മാത്രം ചേർന്ന് ജീവിക്കും. പാപത്തോട് ഞാൻ ചേരത്തില്ല, പിശാചിനോട് ഞാൻ ചേരത്തില്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങളോട് ഞാൻ ചേരത്തില്ല. എൻ്റെ യേശുവിനോട് മാത്രം ഞാൻ ചേർന്ന് ജീവിക്കും. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ആ പാപത്തിൽ ജീവിച്ച പഴയ മനുഷ്യനെ ഇതാ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിടാൻ പോകുന്നു. എനിക്കൊരു പുതിയ മനുഷ്യനായി ലോകത്തിൽ ജീവിക്കണം. അതിനെന്താണൊരു മാർഗം? അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. വിശുദ്ധ റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അതാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അത് ഏതെത്ര വലിയവനാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര പാരമ്പര്യം പറയുവാനുണ്ടെങ്കിലും, 2000 വർഷത്തെ ചരിത്രം പറയാനുണ്ടെങ്കിലും, ലോകത്തിന്റെ രക്ഷിതാവായ യേശു തമ്പുരാൻ പറയുന്നു, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. കർത്താവിന്റെ വരവിൽ പോണോ, സ്വർഗത്തിൽ പോകണോ, വെള്ളത്താൽ വീണ്ടും ജനിച്ചേ പറ്റത്തുള്ളൂ. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ആകയാൽ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. വിശുദ്ധ മർക്കോസ് 16:16 അവിടെ വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആകയാൽ വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച്, ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നുവെന്ന് വിശ്വസിച്ചിട്ട് ജലസ്നാനം സ്വീകരിക്കണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവൻ മുടികൾ സ്നാനം സ്വീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈക്കീഴിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു മുടികൾ സ്നാനം, ആ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ വീണ്ടും ജനിച്ച് പുറത്തേക്ക് വരികയാണ്. വിശ്വാസ സ്നാനം. ആ വിശ്വാസ സ്നാനം എന്ന് പറയുമ്പോൾ, ആ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ ഉടമ്പടിയാണ്. നമുക്കൊരു നല്ല മനസാക്ഷി ലഭിക്കുകയാണ്. ഇനി മുതൽ ഞാൻ ജീവിക്കുന്നത് യേശുവിനോട് ചേർന്ന് ജീവിക്കും. എന്റെ പാപത്തിൽ ജീവിച്ച പഴയ മനുഷ്യൻ ഇതാ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സെന്റ് അഗസ്റ്റിൻ ഒരു കാലത്ത് പാപത്തിൽ ജീവിച്ച മനുഷ്യനാണെന്ന്. സെന്റ് അഗസ്റ്റിൻ ലോകത്തുള്ള സകല തിന്മകളും ചെയ്തിട്ടുണ്ട്. വേശ്യമാരോടുകൂടെയാണ് ജീവിച്ചത്. എന്നാൽ താൻ രക്ഷിക്കപ്പെട്ടു. താൻ സ്നാനം സ്വീകരിച്ചു, ദൈവവൈതലായി തീർന്നു. ഒരിക്കൽ താൻ തന്റെ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാലത്ത് തന്നോടുകൂടെ പാപം ചെയ്തൊരു സ്ത്രീ അഗസ്ത്യൻ നടന്നു പോകുന്നത് കണ്ടു. അഗസ്റ്റിനെ കണ്ടിട്ട് വിളിച്ചു, അഗസ്ത്യൻ. അഗസ്റ്റിനെ കണ്ടിട്ട് വിളിച്ചു, അഗസ്ത്യൻ വിളിച്ചു. അഗസ്ത്യൻ നോക്കിയപ്പോഴേ എവളാണ്. അഗസ്ത്യൻ കണ്ടപെട്ട് കാണിച്ചില്ല, മുന്നോട്ട് നടന്നുപോയി. വീണ്ടും വിളിച്ചു, അഗസ്ത്യൻ. അവൻ കേട്ടപെട്ട് കാണിച്ചില്ല, മുന്നോട്ട് പോയി. ഈ സ്ത്രീ ഓടി അഗസ്ത്യന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, അഗസ്ത്യൻ അല്ലേ? അഗസ്ത്യൻ പറഞ്ഞു, സംഭവം അറിഞ്ഞില്ലേ? എന്ത് പറ്റി? അഗസ്ത്യൻ മരിച്ചുപോയി. പിന്നെ നിങ്ങളോ? നിന്നോടുകൂടെ പാപം ചെയ്ത് ജീവിച്ച പഴയ അഗസ്ത്യൻ മരിച്ചുപോയി. ഇത് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുന്ന പുതിയ അഗസ്ത്യനാണ്. ഈ അഗസ്ത്യന് നിന്നോട് ഒരു ബന്ധവുമില്ല. എന്നെ വിട്ടു പോകാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പാപത്തിൽ ജീവിച്ച പഴയ അഗസ്ത്യൻ, ആ പഴയ സ്വഭാവം, പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു. ഇത് ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ വിശ്വാസ സ്നാനത്താൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഒരു പുതിയ മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുന്നു. അതിന് ദൈവം തന്നിട്ടുള്ള പ്രമാണമാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും സ്വീകരിച്ചേ മതിയാവൂ. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചു. അവന്റെ സകല പ്രവൃത്തികളും തികച്ച് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് അല്പം മുമ്പ് ഒലിവുമലയുടെ അടിവാരത്തിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ ശിഷ്യന്മാരെ എല്ലാം അടുക്കലേക്ക് വിളിച്ചിട്ട് അവസാനമായിട്ട് അവരോടൊരു ദൗത്യം ഏൽപ്പിച്ചു. ഞാൻ പോകുന്നു, നിങ്ങൾ പോകുകയും സകല സൃഷ്ടികളോടും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം.
ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം. ഇത് പറഞ്ഞ് ധർമ്മനാഥന്റെ പുണ്യപാദങ്ങൾ ഒരു മലയുമായിട്ടുള്ള ബന്ധം വിടർത്തി ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. ശിഷ്യന്മാർ മേലോട്ട് നോക്കുമ്പോൾ ഒരു മേഘം വന്നവനെ മൂടി, പിന്നെ അവനെ കണ്ടില്ല. അരിമനാഥൻ അവസാനമായി കൊടുത്ത സന്ദേശം, നിങ്ങൾ പോയി മുഴു ലോകത്തിലോടും സുവിശേഷം പ്രസംഗിച്ചിട്ട് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, വെള്ളത്തിൽ നിന്ന് ജനിക്കണം. രാത്രി എത്ര ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ വിളിക്കട്ടെ. ഈ അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഈ കൺവെൻഷന്റെ നടുവിൽ നിങ്ങൾ സമർപ്പിക്കണം, കർത്താവേ, ഞാനൊരു പുതിയ മനുഷ്യനായി തീരുവാൻ വെള്ളത്തിൽ നിന്ന് ജനിക്കുവാൻ തീരുമാനിക്കുന്നു, വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ തീരുമാനിക്കുന്നു. യേശു പറഞ്ഞു വെള്ളത്തിൽ നിന്നും ജനിക്കണം, അടുത്തത് ആത്മാവിൽ നിന്നും ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു നോക്കിയാട്ടെ. യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യം വായിച്ചാട്ടെ. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ദൈവരാജ്യത്തിൽ കടക്കണോ? ആത്മാവിനാൽ ജനിക്കണം. എന്താ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടുത്തെ ചില ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പ്രിയ മക്കളെ, എങ്കിൽ നിങ്ങളുടെ സ്നാനം ആരുടേത്? അത് യോഹന്നാൻ സ്നാപകന്റേത്. പോരാ, നിങ്ങൾ ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റിട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ പിറന്നു വീണ പെന്തക്കോസ്ത് തിരുനാളിൽ ആദ്യത്തെ പ്രസംഗം അപ്പോസ്തല ശ്രേഷ്ഠനായി പത്രോസ് ചെയ്യുമ്പോൾ യഹൂദന്മാർ ഓടി വന്ന യഹൂദന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദൈവിക ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഇച്ഛിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവകളെ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ എങ്ങനെ സാധിക്കും? നമ്മുടെ ആത്മാവ് കൊണ്ടേ സാധിക്കത്തുള്ളൂ. ആത്മാവായ ദൈവത്തോട് നമ്മുടെ ആത്മാവ് കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഇതിനിടയിൽ നിൽക്കുന്നൊരു മീഡിയേറ്റർ ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ് അന്യഭാഷാ ഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്പം മുമ്പേ ഇവിടെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അതാർക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലല്ലോ. ആകയാൽ സ്വർഗരാജ്യത്തിൽ പോകണമോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയണം, വിശ്വാസ സ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം വിശ്വാസത്താൽ. അപ്പോൾ ചിലർ ചോദിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നന്നായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? നല്ലവനായിട്ട് നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ നന്മ സാധുക്കൾക്കും കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് എന്നും പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ നല്ലവനായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലേ? അങ്ങനെ ചോദിക്കും. തിരുവെടുത്ത് പറയുന്നു, കർത്താവിന്റെ വരവിൽ പോകത്തില്ല. തിരുവെടുത്ത് പറയുന്നു, കാരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അങ്ങനെ ജീവിച്ച ഒരു ഭക്തനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൈസരിയിൽ ഇതാലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ശതാധിപന്റെ പ്രത്യേകത? അവൻ ഭക്തനും തന്റെ സകല കുടുംബത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനുമായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കട്ടെ. 12-ാം വാക്യം വായിച്ചു നോക്കിയട്ടെ. 12-ാം വാക്യം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഭക്തനായ ഒരു മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ, ജനത്തിന് ധർമ്മം കൊടുക്കുന്ന മനുഷ്യൻ. പക്ഷെ ദൈവം തമ്പുരാൻ കൊർന്നല്യോസിനോട് പറയും, കൊർന്നല്യോസേ, നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് തോൽക്കൊല്ലനായി ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന
പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തണം. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് കൽപ്പിക്കും. നീ വിളിച്ചു വരുത്തണം കേട്ടോ. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ ഭക്തനാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. പക്ഷെ കൊർന്നല്യോസേ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് കൽപ്പിക്കും. പത്രോസിനെ വിളിച്ചു വരുത്തി. കൊർന്നല്യോസിന്റെ ബന്ധുക്കളെല്ലാം കൂടി ഇരിക്കുമ്പോൾ പത്രോസ് ഇങ്ങോട്ട് വന്നിട്ട് യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, വിശ്വാസ സ്ഥാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മേൽ പരിശുദ്ധാത്മാ വന്നു. അവർ ആത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ പത്രോസിന്റെ കൂടെ വന്ന യഹൂദന്മാരായ വിശ്വാസികൾ പത്രോസിനോട് ചോദിക്കുക, നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവർക്ക് സ്നാനം കൊടുക്കുവാൻ കഴിയാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? പത്രോസ് പറഞ്ഞു, പറ്റത്തില്ല, നമുക്ക് സ്നാനം കൊടുക്കാം, ആർക്കും തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പത്രോസ് അവർക്ക് സ്നാനം കൊടുത്തു. അവർ രക്ഷിക്കപ്പെട്ടു. കൊർന്നല്യോസിന്റെ കുടുംബം ഭക്തനായ കുടുംബം, ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബം, ധർമ്മം കൊടുക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ടിട്ടില്ല. പത്രോസ് അവിടെ വന്നു, സുവിശേഷം പറഞ്ഞു, മാനസാന്തരപ്പെട്ടു, വിശ്വാസസ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതോടെ ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, നിങ്ങളൊരു പക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ധർമ്മം കൊടുക്കുന്നവരായിരിക്കാം, ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കാം, പക്ഷെ രക്ഷിക്കപ്പെട്ടോ. രക്ഷിക്കപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. പുതിയ സൃഷ്ടിയായി തീരണം, വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടി? അവൻ ആ കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇനിയും കർത്താവ് യേശുക്രിസ്തു വീണ്ടും കടന്നു വരാൻ പോകുന്നു. എന്തിനു വേണ്ടി കടന്നു വരാൻ പോകുന്നു? എബ്രായ ലേഖനം 9:28 അവിടെ വായിക്കുന്നു, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകും. യേശു രണ്ടാമതും വരാൻ പോകുന്നു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു കടന്നു വരാൻ പോകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അല്പം കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുന്നു. ആരെ ചേർക്കുവാൻ? തനിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരുണ്ട്. ഈ സുൽത്താൻ ബത്തേരി പട്ടണത്തിലും ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ അവരെ ചേർക്കുവാൻ യേശു കടന്നു വരുവാൻ പോകുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കടന്നു വരും. കർത്താവ് വന്ന് രക്ഷിക്കും. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ ലോകത്ത് വന്നു, നമ്മെ രക്ഷിച്ചു, വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുത്തു? നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മുടെ അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മുടെ അതിക്രമത്തിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മളെ വീണ്ടെടുത്തു, സാത്താന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തു, പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്തു, വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. ഇനി കർത്താവ് ഒരിക്കൽ കൂടെ വരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഈ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ദൈവത്തിന്റെ ശരീരത്തോട് അനുരൂപമാക്കി മാറ്റി ദൈവപുത്രന്മാരാക്കി നമ്മെ ചേർക്കുവാൻ യേശു വീണ്ടും വരുന്നു. കർത്താവ് വരുന്നത് നമ്മെ ശരീര വീണ്ടെടുപ്പിലൂടെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാനാണ്. ദൈവദൂതന്മാർക്ക് തുല്യരാക്കി നമ്മെ മാറ്റുവാനാണ്. ആകെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, യേശു വരുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മളെ തേജസ്വരൂപികളാക്കി തീർക്കുവാൻ വേണ്ടി കർത്താവ് കടന്നു വരുന്നു. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ലോകത്ത് കണ്ടു തുടങ്ങി. പ്രിയ ദൈവമക്കളെ, കാലം ഇനി അധികം ഇല്ല കേട്ടോ. ഈ ലോകം ഈ അവസ്ഥ മുന്നോട്ട് അധികാരം പോകുമെന്ന് ചിന്തിക്കരുതേ. നമുക്കറിയാമല്ലോ, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ്. സ്റ്റീഫൻ ഹോക്കിങ് മരിക്കുന്ന ഈ അടുത്ത കാലത്താണ് മരിച്ചത്. രണ്ടാം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാ പറഞ്ഞത്. താൻ മരിക്കുന്ന അല്പം ചില വർഷങ്ങൾക്ക് മുമ്പ് താൻ നടത്തിയ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് താൻ ചില പ്രവചനങ്ങൾ നടത്തി. താൻ പറഞ്ഞതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത് താൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ഒരു 200 വർഷത്തിനപ്പുറത്ത് മനുഷ്യാധിവാസ യോഗ്യമല്ല. ഒരു 200 വർഷം കൂടെ മാത്രമേ ഈ ഭൂമി
മനുഷ്യന് വാസിക്കുവാൻ കൊള്ളത്തുള്ളൂ. രണ്ടാമതാൻ പറഞ്ഞു, ഒരു 100 വർഷത്തിനപ്പുറത്ത് മനുഷ്യൻ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചോളണം. മൂന്നാമതാൻ പറഞ്ഞു, ഒരു 600 വർഷം കഴിയുമ്പോൾ ഈ ഭൂമി ചുട്ടരിക്കപ്പെടും. വീണ്ടും ഞാൻ പറഞ്ഞു, 1000 വർഷത്തിനപ്പുറത്ത് സൂര്യൻ ഈ നിലവാരത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുവാൻ സാധിക്കത്തില്ല. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകളാ. താനൊരു വിശ്വാസിയല്ലേ, താനൊരു യുക്തിവാദിയാണ്, താനൊരു നിരീശ്വരവാദിയാണ്, എന്നിട്ടും പറയുകയാണ് ഈ ഭൂമി ഒരു 100 വർഷവും കൂടെ മനുഷ്യന് വസിക്കാൻ കൊള്ളത്തുള്ളൂ. അല്ല, ഒരു 200 വർഷവും കൂടെ മനുഷ്യന് വസിക്കാൻ കൊള്ളത്തുള്ളൂ. 100 വർഷത്തിനപ്പുറത്ത് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. 600 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇത് ചുട്ടരിക്കപ്പെടും. 1000 വർഷം കഴിയുമ്പോൾ സൂര്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് വെറുതെ വിളിച്ചു പറഞ്ഞതല്ല. അതിന് പ്രധാനമായിട്ട് 6 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ. 2, മാരകമായ പുതിയ വൈറസുകൾ ലോകത്തിലേക്ക് കടന്നു വരും. ഈ പ്രവചനം സ്റ്റീഫൻ ഹോക്കിംഗ് പ്രവചിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കൊറോണ വൈറസ് ലോകത്തിലേക്ക് വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഭൂമുഖത്ത് നിന്ന് മാറ്റിക്കളഞ്ഞത്. ഇനിയും മാരകമായ വൈറസുകൾ ലോകത്തിലേക്ക് കടന്നു വരും. 3, മനുഷ്യൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആറ്റം ബോംബുകൾ. 4, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ റോബോട്ടുകൾ. എന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്ഥാനത്ത് സൈന്യത്തിൽ പോലും റോബോട്ടുകൾ മനുഷ്യനെ ഭരിക്കുന്ന കാലഘട്ടം വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 4, ഭൂമിയെ ഏത് സമയത്തും വന്ന് തകർക്കുവാൻ സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം. അവസാനമായി താൻ പറയുന്നു, ഏതെങ്കിലും അന്യഗ്രഹത്തിൽ കുടിയിരിക്കുന്നതായ ജീവികളുണ്ടെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയെ കടന്നു വന്ന് ആക്രമിച്ചാൽ ഇതിന്റെ വിനാശത്തിന് കാരണമായി തീരും. ഇതെല്ലാം വെച്ചുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുകയാണ്, ഈ ഭൂമിയുടെ അവസ്ഥ ഒരിക്കലും സ്ഥിരമല്ല, ഇത് നശിക്കാൻ പോവുകയാണ്. തിരുവെടുത്ത് അത് തന്നെ പറയുന്നത്, ആകാശം ചുട്ടരിക്കപ്പെടും. വിശുദ്ധ പത്രോസ് പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. പക്ഷേ നമുക്കൊരു പ്രത്യാശയുണ്ട്, ഇതൊക്കെ സംഭവിക്കും മുമ്പ് നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ യേശു വെളിപ്പെടും. ഇന്ന് രാത്രി എത്ര ദൈവമക്കളുടെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, മുഴങ്കാലുകളും മടക്കാം. ഒരു നിമിഷം ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്താട്ട് തിരുവെടുത്തു വന്ന മനോഭീതിയുള്ളവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിപ്പീൻ. ഇതാ നിന്റെ ദൈവം, അവൻ വന്ന് രക്ഷിക്കും. ഇന്ന് രാത്രിക്കാല ദിവസം കടന്ന ദൈവമക്കളെ, ഏത് പ്രശ്നത്തോടെയാണ് നിങ്ങൾ കടന്നു വന്നത്? നിങ്ങളുടെ പ്രശ്നം ആത്മീകമാണോ ഭൗമികമാണോ ഏത് വിധത്തിലുള്ളതാണോ? ഇന്ന് രാത്രി നിങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പ്രാപിച്ച് കടന്നു പോകണം. ഒരു വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകണം. നീ രോഗിയായി കടന്നു വന്നോ, സൗഖ്യം പ്രാപിച്ച് കടന്നു പോകണം. നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, നീ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കാൻ പോവുകയാണ്. വിടുതൽ ആവശ്യമായ ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ലോകത്തിലെ ഒരു മനുഷ്യനും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവ്, ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. അല്പം മുമ്പ് ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. അവർക്ക് 4 വർഷമായി സന്തതികളില്ലാതെ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ചില വർഷങ്ങൾക്കപ്പുറത്ത് മുണ്ടക്കയം പട്ടണത്തിൽ ഞാൻ ഇതുപോലെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഗത്തിന്റെ അവസാനം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ദൈവാത്മാവ് എന്നിലൂടെ ശക്തമായി പറഞ്ഞു, ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ സന്തതികളില്ലാത്ത ചിലവിടെ കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ തൊടുവാൻ പോകുകയാണ്. വിശ്വാസത്താൽ ദൈവശക്തി വ്യാപരിച്ചു. 2 ദമ്പതികൾ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് ഉണ്ടായി. അവിടെ ഗർഭം കർത്താവ് തുറന്നു. അടുത്ത വർഷം ഞാൻ പാമ്പാടി കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ, മറ്റൊരുത്ത് ഞാലിയാക്കുഴിയിൽ പോയപ്പോൾ, 2 ദമ്പതികളും അവിടെ കുഞ്ഞിനെ എടുത്ത് എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു. അന്ന് മുണ്ടക്കയം പ്രസംഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് തന്ന ദാനമായി തന്ന കുഞ്ഞുങ്ങളാണ്. ഇന്ന് രാത്രി അതേ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് നോക്കി പറ, കർത്താവേ, നീ എന്റെ പ്രശ്നത്തിന് പരിഹാരിയാണ്, നീ എന്നെ വിടുവിക്കുന്നവനാണ്, നീ എന്നെ സൗഖ്യമാക്കുന്നവനാണ്, നീ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനാണ്. നീ ഒരു പാപിയാണെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, ഒരു ദൈവമൈതലാക്കി തീർക്കണമേ. നീ പ്രത്യാശയോടെ ഇരിക്കുന്ന ഹൃദയത്തിൽ പറ, ആമേൻ കർത്താവേ, യേശുവേ വരണമേ. ആരും പൗരമായിട്ടിരിക്കാതെ എല്ലാ വായുകളും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ രക്ഷയെ നിനക്ക് കാണുവാൻ നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യം തരും. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കിട്ട് കഴിഞ്ഞു. എന്നെ രക്ഷിച്ച ദൈവം, എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും തൊടുവാൻ ശക്തനാണ്. നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടെ പാടാം.